ഒരു നാടിനെ ഒന്നടങ്കം നൊമ്പരപ്പെടുത്തിക്കൊണ്ട് കല്ലൂർ എന്ന ഗ്രാമത്തിന്റെ എല്ലാമായിരുന്ന പൊന്നു ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു പറ്റാൻ ഏറെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ടവർ പൊന്നു എന്ന് വിളിക്കുന്ന അഞ്ജല ഫാത്തിമ. പഠനേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച അഞ്ജല കുടുംബത്തിന്റെ വലിയ ഒരു പ്രതീക്ഷ കൂടിയായിരുന്നു. ഈ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന് കുടുംബത്തിനും പരിചിതർക്കുമെല്ലാം പ്രിയപ്പെട്ടവളായി മാറിയത് ഇത്ര ധൃതിപ്പെട്ടു പോകാനായിരുന്നോ എന്നാണ് എല്ലാവരും വേദനയോടെ ചോദിക്കുന്നത്. കാരണം അത്രക്ക് പ്രിയപ്പെട്ടവളായിരുന്നു പൊന്നു. കോഴിക്കോട് പേരാമ്പ്ര കടിയങ്ങാട് സ്വദേശിയും മൈസൂർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ MSc അവസാന വർഷ വിദ്യാർത്ഥിയുമായിരുന്ന കല്ലൂർ ഹൗസിൽ അഞ്ജല ഫാത്തിമ എന്ന 24-കാരിയാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത്. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയായിരുന്നുവെങ്കിലും അവൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയായിരുന്നു നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം. എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു അവൾക്കു വേണ്ടി. മൈസൂരുവിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റാണ് അഞ്ജലയെ ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് കരളിന്റെ പ്രവർത്തനം തകരാറിലായതോടെ കഴിഞ്ഞ ദിവസം അഞ്ജലയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. കരൾ മാറ്റിവെക്കേണ്ട സാഹചര്യത്തിൽ മൃതസഞ്ജീവിനി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ നിന്നും മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ കരൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് വിവരം ലഭിച്ചിരുന്നു. ഇതോടെ അഞ്ജലയുടെ ഉറ്റവരും സുഹൃത്തുക്കളുമൊക്കെ ഏറെ പ്രതീക്ഷയിലായിരുന്നു, പ്രാർത്ഥനയിലായിരുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ആശുപത്രിയും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. കരൾ തിരുവനന്തപുരത്തു നിന്നും എത്തിക്കാനായി എയർ ആംബുലൻസും തയ്യാറാക്കി. എന്നാൽ പിന്നീടാണ് എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് മസ്തിഷ്ക മരണം സംഭവിച്ച ആളിൽ നിന്നും പുറത്തെടുത്ത കരൾ അഞ്ജലയുടെ ശരീരത്തിൽ മാറ്റിവെക്കുന്നതിന് യോഗ്യമല്ലെന്ന് പരിശോധനയിൽ തെളിഞ്ഞത്. അതോടെ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതോടെ അവസാന സാധ്യതയും അടഞ്ഞതിനു പിന്നാലെ ഇന്നലെ വൈകിട്ടോടെയാണ് അഞ്ജല മരണത്തിന് കീഴടങ്ങിയത്. മൈസൂരുവിൽ നിന്നും സുഹൃത്തുക്കളോടൊപ്പം കഴിച്ച ഷവർമയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പേരാമ്പ്ര നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമായ മുഹമ്മദ് അലിയുടെയും കുഞ്ഞാലി AUP സ്കൂളിലെ അധ്യാപികയായ നബീസയുടെയും മകളാണ് അഞ്ജല. അഞ്ജലയുടെ മരണത്തിനു പിന്നാലെ ഒരുപാട് ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ പോസ്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ അധികം കണ്ണു നിറക്കുന്ന കാര്യങ്ങളായിരുന്നു. ആ പെൺകുട്ടി നല്ലൊരു മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു. പഠനത്തിലാകട്ടെ സ്വഭാവത്തിലാകട്ടെ എല്ലാം കൊണ്ടും നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി. എല്ലാവർക്കും നല്ലത് മാത്രമേ ആ പെൺകുട്ടിയെക്കുറിച്ച് പറയാനുള്ളൂ. ആ പെൺകുട്ടിയുടെ വിയോഗം പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹപ്രവർത്തകർക്കും സ്നേഹിതർക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം എത്രത്തോളം വിഷമം ഉണ്ടാക്കി എന്നുള്ളത് ഈ പോസ്റ്റിലൂടെ മനസ്സിലാക്കാം. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷ്യവിഷബാധ എന്ന് പറയുന്നത്. വളരെയധികം അപകടം പിടിച്ച ഒന്നാണ്. അതുകൊണ്ട് ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ദയവ് ചെയ്ത് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷ്യവിഷബാധ ഏറ്റ പെൺകുട്ടിയുടെ കരൾ തകരാറിലാകുകയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MSc പഠനങ്ങളൊക്കെ കഴിയാറായി. വിവാഹത്തിനായി തയ്യാറെടുക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അത്. പഠനം കഴിഞ്ഞിട്ട് വിവാഹം മതി എന്നായിരുന്നു പെൺകുട്ടിയുടെ താല്പര്യം. അത് വീട്ടുകാരും അംഗീകരിക്കുകയായിരുന്നു. പഠനം കഴിയാറായ സ്ഥിതിക്ക് വീട്ടുകാർ വിവാഹാലോചനകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് പൊന്നു അള്ളാഹുവിന്റെ വിധിക്ക് ഉത്തരം നൽകിയത്. അള്ളാഹുവിന്റെ വിധിക്ക് മുമ്പിൽ നമ്മൾ മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അള്ളാഹു എന്താണോ വിധിച്ചിട്ടുള്ളത് അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് വന്നെത്തിച്ചേരും. ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുഹൃത്ത് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച ചില വാക്കുകളുണ്ട്. അദ്ദേഹത്തിന്റെ ചില കുറിപ്പുകൾ വളരെ കണ്ണീരലിയിപ്പിക്കുന്നതായിരുന്നു. ആ കുറിപ്പിലെ വരികൾ ഇങ്ങനെയായിരുന്നു: പ്രായത്തേക്കാൾ പക്വത കാണിക്കുന്ന, ഒരിക്കൽ പരിചയപ്പെട്ടവരെ വർഷങ്ങൾ കഴിഞ്ഞാലും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന അഞ്ജല ഫാത്തിമ. +2 കഴിഞ്ഞ് മൈസൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മികവിന്റെ സാക്ഷ്യപത്രവുമായി ഇന്റഗ്രേറ്റഡ് കോഴ്സിന് MScക്ക് ചേർന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു ഉപ്പാക്ക് ആത്മാഭിമാനം തോന്നും വിധം അവൾ മുന്നേറ്റം കൊണ്ടു. 2 മാസത്തിനകം അവ പൂർത്തീകരിച്ച് വിവാഹ ജീവിതത്തിലേക്ക് തീയതി കുറിക്കപ്പെട്ട അവൾ കൺമറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അറിയുന്നവർക്കൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെ പ്രിയപ്പെട്ട ഉപ്പക്കും ഉമ്മക്കും കുടുംബാംഗങ്ങൾക്കും സഹിക്കാൻ കഴിയുക? വിറച്ചുകൊണ്ടാണ് അവിടം കയറി ചെന്നത്.
കൈ തന്ന് അടുത്തിരിക്കാൻ കല്ലൂർ ആവശ്യപ്പെടുമ്പോൾ ചുണ്ടമർത്തി അവിടെ ഇരുന്നു നിർത്താതെ കല്ലൂർ സംസാരിക്കുന്നുണ്ട്. അസുഖമാണ് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. കോഴിക്കോട് വന്നിറങ്ങി സ്വയം നടന്ന് മിംസ് ആശുപത്രിയിലേക്ക് കയറി. ടെസ്റ്റ് റിസൾട്ടുകൾ ഡോക്ടർമാർ പറഞ്ഞത് കല്ലൂരിനോട് അവൾ ചർച്ച ചെയ്യുന്നു. ഉടൻ തന്നെ ഇന്നലെ മുതൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു. വൈകുന്നേരത്തോടു കൂടി അവൾ കൈപ്പുറം ഖബർസ്ഥാനിലേക്ക് വീട്ടിൽ നിന്നും എന്നേക്കുമായി പോയി മറഞ്ഞു. അറിഞ്ഞ എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. ജീവിതത്തിൽ പല സമയങ്ങളിൽ അവൾ സമ്മാനിച്ച സന്തോഷങ്ങൾ ഉപ്പ ഓർത്തെടുക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടത്. അവളിലൂടെ ആ മാതാപിതാക്കൾക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണ്ടിരിക്കണം. ഒരുപാട് ഓമനിച്ച് താലോലിച്ച് വളർത്തിയ പൊന്നുമോളാണ്. സങ്കടപ്പെട്ടത് അറിഞ്ഞാൽ തന്നെ അവർക്കുണ്ടാകുന്ന വേദന പ്രയാസവും എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. എൻ്റെ റബ്ബിൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാക്കരുതേ. അതൊന്നും ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ കഴിയുന്നതല്ല. 24-കാരിയുടെ ഈ അകാല വിയോഗത്തിൽ അതിജീവിക്കാൻ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമെല്ലാം കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആശുപത്രി നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വ്യാഴാഴ്ച വൈകിട്ട് കൈപ്പുറം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.